നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിലെ വള്ളങ്ങളുടെ സമയക്രമം മിനിറ്റിനും സെക്കൻഡിനും ശേഷം 3 ഡിജിറ്റായി നിജപ്പെടുത്തണമെന്ന് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്താൽ നറുക്കെടുപ്പിലൂടെ വിജയം നിശ്ചയിക്കണം. 6 മാസം വീതം കപ്പ് കൈവശം വയ്ക്കാൻ ടീമുകളെ അനുവദിക്കണം എന്നൊക്കെയാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 30 പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കുന്നതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സബ് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സമയക്രമം 3 ഡിജിറ്റായി നിജപ്പെടുത്തുമ്പോൾ ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്താൽ അവയെ ഉൾപ്പെടുത്തി നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കണമെന്നും 6 മാസം വീതം കപ്പ് കൈവശം വെക്കുവാൻ അനുവദിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. ആദ്യ 6 മാസം ആർക്ക് എന്നത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. മെക്കനൈസ്ഡ് സംവിധാനവും മാഗ്നറ്റിക് പവർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്റ്റാർട്ടിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. ടെൻഡർ വിളിച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തി പ്രായോഗികത ബോധ്യപ്പെട്ടു വേണം മികച്ചവ തിരഞ്ഞെടുക്കുവാൻ. സ്റ്റാർട്ടിംഗ് ചേംബർ ആകർഷകമായി തയ്യാറാക്കണം. വള്ളങ്ങളുടെ ചുണ്ട് ഒരുപോലെ ക്രമീകരിച്ച് സ്റ്റാർട്ടിംഗിൽ തുല്യത ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗിലേതുപോലെ ക്യാമറ സംവിധാനം ഒരുക്കണമെന്നും സ്റ്റീൽ പൈപ്പുകൾ നാട്ടി ട്രാക്കുകൾ വേർതിരിക്കണമെന്നും സബ് കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും ജൂലൈ 15 5 മണിക്കകം കമ്മിറ്റി അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാകും നിയമാവലി തയ്യാറാക്കുക. അതേസമയം വള്ളംകളിയുടെ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റമുണ്ടാവില്ല. 25,000, 10,000, 3,000, 2,500, 1,500, 500, 300, 200, 100 എന്നിങ്ങനെയാകും ടിക്കറ്റ് നിരക്കുകൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.